Hello friends, welcome back to my YouTube channel. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ 17 kg ആണ് ഞാൻ വെയിറ്റ് ലോസ് ജേർണിയിലൂടെ കുറച്ചത്. 66 ആയിരുന്നു ഞാൻ, അവിടുന്ന് 49ലേക്കാണ് എത്തിയത്. 17 kg വെയിറ്റ് ലോസ് ജേർണി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും ആയിരുന്നില്ല. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ള ആഗ്രഹിച്ച് നടക്കുന്ന കുറേ പേരുണ്ട്. അവർക്ക് എൻ്റെ വീഡിയോ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആ വെയിറ്റ് കുറച്ച ആ ടൈമിൽ നമുക്ക് അത്രയും റിസോഴ്സുകളില്ലായിരുന്നു. എന്നുവെച്ചാൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനോ അല്ലെ ഇങ്ങനെ വീഡിയോ കണ്ട് ചെയ്യാനോ ഇത്രയും തോളം വെയിറ്റ് ലോസ് ചെയ്യേണ്ട ടിപ്പുകളും എങ്ങനെയാണ് എന്നുള്ള കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന അങ്ങനെയൊന്നും റിസോഴ്സുകളില്ലായിരുന്നു. അപ്പം ഞാൻ കുറേ രീതിയിൽ എങ്ങനെയൊക്കെയോ ഒക്കെ നോക്കി, പക്ഷെ കുറച്ച് വെയിറ്റ് കുറയും, പിന്നെ അതുപോലെ വീണ്ടും വെയിറ്റ് കയറും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വീണ്ടും വെയിറ്റ് കൂടും. അങ്ങനെയായിരുന്നു പിന്നെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ അത്ര കുഞ്ഞിലേ ഞാൻ അത്ര വണ്ണമുള്ള കുട്ടി അല്ലായിരുന്നു, ഞാൻ മെലിഞ്ഞിട്ടുള്ള കുട്ടിയായിരുന്നു. പിന്നെ ഒരു ഒരു കോളേജൊക്കെ കഴിഞ്ഞപ്പോഴാണ്, ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ വണ്ണം വെക്കാൻ തുടങ്ങിയത്. വണ്ണം വെക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറേ വണ്ണം ഞാൻ വെച്ചു. ഞാനിങ്ങനെ ഓരോന്ന് ചിന്തിക്കും, ഇങ്ങനെ മാറ്റണം എന്ന് വിചാരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, വർക്കൗട്ടും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഡയറ്റും എനിക്ക് അറിയാവുന്ന പോലത്തെ ഡയറ്റൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് കുറയും. അങ്ങനെ പോയിട്ട് പിന്നെ ഒരു നാളായപ്പോൾ ഞാനൊരു സ്ട്രോങ് ആയ ഒരു ഡിസിഷൻ എടുത്തു. എന്തായാലും വെയിറ്റ് കുറക്കണം എനിക്ക് എന്നുള്ള രീതി. ഞാനങ്ങനെ ഒരു 17 കിലോ കുറക്കണം അങ്ങനെയൊന്നും ടാർഗറ്റൊന്നും വെച്ചിട്ടില്ല. എനിക്ക് കുറച്ചൊന്ന് കുറക്കണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വെയിറ്റ് കുറച്ചത്. ഞാൻ ശരിക്കും യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ്, യൂട്യൂബിൽ നോക്കിയിട്ട് അതിൻ്റെ പ്ലാനും ഡയറ്റ് പ്ലാനും ഒക്കെ എടുത്ത് ഒക്കെ പിന്നെ വർക്കൗട്ടുകൾ ചെയ്തത് പിന്നെ യൂട്യൂബ് നോക്കി, അതുപോലെ ആപ്സ് ഒക്കെ ഉണ്ടല്ലോ, വർക്കൗട്ടിങ് ആപ്സ്, അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ ഡയറ്റ് ഫോളോ ചെയ്തത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്തത്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 hours നമ്മൾ ഫുഡ് കഴിക്കില്ല, 16 hours ഫാസ്റ്റിംഗ് ആയിരിക്കും, 8 hours ഫുഡ് കഴിക്കും. അങ്ങനെയാണ്. അപ്പം ഞാൻ മോർണിംഗ് ആണ് എടുത്തത്. അപ്പം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഹോസ്റ്റൽ പോലെ സ്ഥലത്ത്, ഹോസ്റ്റലല്ല, പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാവരും കൂടി ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയാണ്. പിന്നെ കുക്ക് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം റൂം റെൻറ്റും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തോളും, പക്ഷെ കുക്കിങ് കാര്യങ്ങൾ നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യണം. അങ്ങനത്തെ ഒരു രീതിയിലുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് അത്രയും വീട്ടിലെ പോലെയൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള അവർ പറയുന്ന ഫുഡ്, അതിൽ നമുക്ക് അതിൻ്റെ അതുമായിട്ട് അതേപോലത്തെ വേറെ എന്താ എടുക്കാൻ പറ്റുമോ ആ രീതിയിൽ ഞാൻ എടുത്തു. അതായത് അവർ ചപ്പാത്തി പറഞ്ഞു, അപ്പം എനിക്ക് ചപ്പാത്തിക്കോല് പരത്തുന്ന അതൊന്നുമില്ല. അപ്പം പറ്റുന്നത് എനിക്ക് ഗോതമ്പ് ദോശയാണ്. അപ്പം ഞാൻ ചേഞ്ച് വരുത്തി, ഓരോ എൻ്റെതായ രീതിയിൽ പ്ലാനുകൾ വരുത്തി. അത് മാക്സിമം പറയുന്ന പോലെ പ്രോട്ടീൻ ഒക്കെ യൂസ് ചെയ്യണം, പ്രോട്ടീൻ കഴിക്കണം, അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ്, മുട്ടയൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആൾക്കാരുടെ, എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരും ആയിക്കോട്ടെ, അല്ലാത്ത എൻ്റെ മറ്റുള്ള ആൾക്കാരും ആയിക്കോട്ടെ, എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ ശരിയാവില്ല, നീ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖം വരും. ചിലപ്പോൾ അവർ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും, അവർക്ക് എന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടായിരിക്കും അവരങ്ങനെ സംസാരിക്കുന്നുണ്ടാവുക. ഇങ്ങനെ പിന്നെ നീ അങ്ങനെ ചെയ്താൽ നിനക്ക് എന്തെങ്കിലും അസുഖം വരും, അങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഡയറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. പെട്ടെന്ന് ഒരു ദിവസം ഇന്ന് ഡയറ്റിങ് തുടങ്ങിയേക്കാന്ന് വെച്ച് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു സാധനമേ അല്ല ഡയറ്റ്. അതിന് ഭയങ്കര നമുക്ക് വിൽ പവർ തന്നെ വേണം. എന്നുവെച്ചാൽ ഞാൻ വേർക്കുന്നുണ്ട്, ഫാനൊന്നും ഇട്ടിട്ടില്ല, അതാണ് ഞാൻ ഇങ്ങനെ വേർക്കുന്നത്. അപ്പം ഫാൻ ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ടാവും, അപ്പം ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ്.
ഞാനങ്ങനെ ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്താണ്, അതെങ്ങനെ ആണ് ചെയ്യുന്നത്, അതിൻ്റെ കറക്റ്റായ രീതി എങ്ങനെയാണ്, എത്രത്തോളം ആൾക്കാരിൽ ചെയ്തിട്ടുണ്ട്, ആർക്കൊക്കെ ബെനിഫിറ്റ് ഇട്ടിട്ടുണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നടന്ന റിസർച്ചുകൾ എന്തൊക്കെയാണ്, അങ്ങനെ അത് പുറത്തുള്ള ഇന്ത്യക്ക് പുറത്തുള്ള ആകട്ടെ, ഇന്ത്യയിലാകട്ടെ, കേരളത്തിലാകട്ടെ, ഇതെല്ലാം വായിച്ചും കണ്ടും ഒക്കെ ഞാൻ റിസർച്ച് ചെയ്ത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. ബോഡിക്ക് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഫാസ്റ്റിങ്ങിലേക്ക് ഇറങ്ങിയത്. കാരണം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ ഈ 16 ഫസ്റ്റ് ഞാൻ ടൈം പറയാം. മോർണിംഗ് 7 മുതൽ ഈവനിങ് 3 o'clock വരെയാണ് ഫുഡ് കഴിക്കാൻ പറ്റുക. 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് ഫുഡ് കഴിക്കും. കാരണം 7 മണിക്ക് എന്തെങ്കിലും ചെറുതായി കഴിച്ചാൽ പിന്നെ 9 മണി, അങ്ങനെ 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് 3 മണി വരെ കഴിക്കും. കുറച്ചായിട്ട് കഴിക്കുന്നത്. പിന്നെ 3 മണി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കില്ല. പിന്നെ വെള്ളം മാത്രമേ കുടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ പിറ്റേന്ന് 7 മണിയാവണം. പിറ്റേന്ന് രാവിലെ 7 മണിയായാൽ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഫാസ്റ്റിംഗ് വരുന്നത്. അതാണ് 16 hours വിൻഡോ ആണ്, ഫാസ്റ്റിംഗ് വിൻഡോ ആണ്. 8 hours ആണ് ഫുഡ് കഴിക്കുന്നത്. ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഈ 3 o'clock നമ്മൾ ഫുഡ് കഴിച്ച് നിർത്തി, ഈവനിങ് ഫുഡ് കഴിച്ച് കിടത്തി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡി പ്രവർത്തിക്കണമല്ലോ. ബോഡി പ്രവർത്തിക്കാൻ അതിന് എനർജി വേണം. അപ്പം നമ്മൾ ഈ കഴിച്ച ഫുഡ് ഒക്കെ അത് എനർജി ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് ബോഡി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇനി ബോഡി അങ്ങോട്ട് പ്രവർത്തിക്കണമെങ്കിൽ ബോഡിക്ക് എനർജി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ബോഡി എന്താ ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഇത്രയും നാളും നമ്മൾ കഴിച്ചതിലൂടെയും അല്ലാതെയും ഒക്കെ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ആയിട്ടുള്ള ഫാറ്റിനെയാണ് യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ട് അത് ബേൺ ചെയ്തിട്ടാണ് നമ്മുടെ ബോഡി പ്രവർത്തിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഓൾറെഡി സ്റ്റോർ ആയിട്ടുള്ള ഫാറ്റ് ബേൺ ആയിട്ടാണ് നമ്മൾ മെലിയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച രീതിയിലൊരു ഫാസ്റ്റിംഗ് മെത്തേഡ് തന്നെയാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. കാരണം നമുക്ക് എന്തുകൊണ്ടും ഇതിന് കുറേ റിസർച്ചുകൾ പറയുന്നത് കുറേ ബെനിഫിറ്റ് ഉണ്ടെന്നാണ്. ക്യാൻസറിനെ അടക്കം പ്രതിരോധിക്കാനുള്ള ബെനിഫിറ്റുകളുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിക്ക് കാരണം നമ്മൾ ഓൾറെഡി ഉള്ള ആ ഫാറ്റിനെ ആണ് യൂട്ടിലൈസ് ചെയ്യാൻ എടുക്കുവാണ്, ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഫാറ്റിനെ ഓൾറെഡി സ്റ്റോർ ചെയ്തേക്കുന്ന ഫാറ്റിനെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്നതിലൂടെ പിന്നെ കുറേ ബെനിഫിറ്റുകൾ നമ്മുടെ ബോഡിക്ക് വരുന്നുണ്ട്. കുറേ ഹെൽത്തിലി നമുക്ക് കുറച്ചും കൂടി നന്നാവാനും കുറേ അസുഖങ്ങൾ വരാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നും റിസർച്ചുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഫാസ്റ്റിങ്ങിലേക്ക് ഇറങ്ങിയത്. എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഒരു മേജർ ആയിട്ടുള്ള തീരുമാനമായിരുന്നു അത്. നമ്മളങ്ങനെ വെറുതെ അങ്ങനെ ഒന്നും എടുക്കാൻ പാടില്ല എന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ആണ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്യണ്ടെന്നൊക്കെ. പക്ഷെ ഞാൻ എൻ്റെ ആ ഒരു ധൈര്യത്തിൽ ഞാൻ എടുത്തു തുടങ്ങി. ഫസ്റ്റ് തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം 3 മണി വരെയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കഴിക്കാതിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, നമ്മുടെ ശീലം അങ്ങനെയാണല്ലോ. അപ്പോൾ കഴിക്കാതിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര തളർച്ചയൊക്കെ തോന്നും, തലകറക്കൊക്കെ തോന്നും. പിന്നെ കുറേ വെള്ളം കുടിക്കും. ഞാൻ 3-4 ലിറ്ററൊക്കെ വെള്ളം കുടിക്കും. നന്നായിട്ട് വെള്ളം കുടിക്കണം ഇതിൽ. കാരണം നമ്മൾ ആ ടൈമും നമ്മൾ ഫുഡ് കഴിക്കുന്ന ആ ടൈമും വെള്ളം കുടിക്കണം. അതുപോലെ ആ ഫുഡ് കഴിക്കാതെ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുന്ന ആ ടൈമും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് ജ്യൂസ് അങ്ങനത്തെ ഷുഗറൊന്നും കുടിക്കാൻ പറ്റില്ല. വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റൂ, നോർമൽ വാട്ടർ മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തിട്ടാണ് ആദ്യം ഫസ്റ്റ് 1-2 ആഴ്ചകളൊന്നും അത്രയും ബെനിഫിറ്റൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ശരിയാവോ അങ്ങനെ ഇങ്ങനെയെന്ന ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് വെയിൻ മെഷീൻ വാങ്ങി. അപ്പോൾ അതുകൊണ്ട് വെയിൻ മെഷീൻ വാങ്ങിയോണ്ട് തന്നെ വെയിറ്റ് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ വെയിറ്റ് നോക്കുന്നുണ്ടായിരുന്നു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെയിറ്റ് നോക്കും. പക്ഷെ വീക്കിലിയൊക്കെ വെയിറ്റ് നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. വീക്കിലി നോക്കണമെന്നില്ല, പക്ഷെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ വീക്കിലി നോക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാൻ എപ്പോഴും എല്ലാ ദിവസവും നോക്കുമായിരുന്നു, കുറവുണ്ടോ. അപ്പോൾ അങ്ങനെയായി പിന്നെ ഒരു 1 month ഒക്കെ ആയപ്പോഴാണ്
1 മന്ത് ഓക്കെ 1 മന്ത് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ച് ചേഞ്ചസ് വന്നതായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരും മറ്റുള്ളവരും പറയാൻ തുടങ്ങി, നിനക്ക് ഇങ്ങനെ ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ, ഇങ്ങനെ മെലിഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെ എന്താണ് ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ എന്നെ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ അവർക്ക് മനസ്സിലായി അവൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അവൾ നല്ല രീതിയിൽ ഡയറ്റ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം നല്ല കാര്യം, നീ അങ്ങനെ ചെയ്തത് നന്നായി, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പറയാനൊക്കെ തുടങ്ങി. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡയറ്റ് മാത്രമല്ല ഫോളോ ചെയ്തത്, 1.5 hour ഞാൻ വർക്കൗട്ട് ചെയ്യായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല, ചൂടായതുകൊണ്ട് ഞാൻ ഒരു അരമണിക്കൂർ ചെയ്യും, രാവിലെ മോർണിംഗ് ഒരു 1 hour ചെയ്യും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ½ hour ചെയ്യും. അങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടും അല്ലാത്ത ആപ്പുകൾ നോക്കിയിട്ടൊക്കെയാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാർഡിയോ മാത്രമായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെ ഓഫീസിൽ അവിടെ ആയിരുന്നുകൊണ്ട് തന്നെ ജിമ്മിലും കാര്യങ്ങളൊന്നും പോകാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കാർഡിയോ മാത്രം വീട്ടിൽ നിന്ന് ചെയ്യാന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ 6 months കൊണ്ടാണ് ഞാൻ 17 കിലോ കുറച്ചത്. ഞാൻ ഇത്രയും വെയിറ്റ് കുറയുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിട്ടില്ല. കാരണം ഞാനൊരു അത്രയൊന്നും കുറയണമെന്ന് ഞാൻ അങ്ങനെ ഒരു ടാർഗറ്റ് ഒന്നും വെച്ചിട്ടില്ല ഒന്നാമത്. പിന്നെ ഞാനങ്ങനെ പക്ഷെ കുറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത്രയും വെയിറ്റ് എനിക്ക് കുറഞ്ഞു പോയി. അത് 6 മാസം കൊണ്ട് എനിക്ക് ഇത്രയും വെയിറ്റ് കുറഞ്ഞപ്പോൾ തന്നെ ആളാകെ മാറി, ടോട്ടലി മാറി. കാരണം അത്രയും വണ്ണ ഉണ്ടായിരുന്ന ആള് അത്രയും മെലിഞ്ഞിട്ട് ആ രീതിയിലേക്ക് ആയപ്പോഴത്തേക്ക് പിന്നെ എനിക്കുണ്ടായൊരു സന്തോഷം. കാരണം എനിക്ക് ഞാൻ ഇത്രയും അച്ചീവ് ചെയ്തു, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തു എന്നൊക്കെ ഓർത്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അതാണ്, നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമുക്ക് ആ കാര്യത്തിൽ എത്രത്തോളം ഉറപ്പുണ്ട്, നമ്മളതിൽ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം റിസർച്ച് ചെയ്തിട്ടുണ്ട്, നമുക്കതിൽ എത്രത്തോളം അറിവുണ്ട്, അതിനനുസരിച്ചിരിക്കും നമ്മുടെ അതിൻ്റെ സക്സസ്സും ഫെയിലിയറും ഒക്കെ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ആ ഒരു എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പം ഞാൻ അത്രയും റിസർച്ച് ചെയ്തു, ഞാൻ അത്രയും മനസ്സിലാക്കിയിട്ടാണ് ആ കാര്യം ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ആ ബെനിഫിറ്റ് കിട്ടി. 6 months കൊണ്ടാണ് ഞാൻ ഈ 17 കിലോ കുറച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ അത്രയും കുറയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ കുറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. പക്ഷെ 6 months കൊണ്ട് കുറഞ്ഞത് ടൈം കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പം പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതുമായിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വെയിറ്റ് ലോസ് ജേണിയും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നതാണ്. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ എന്നൊക്കെയുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ.